ഹായ് ഗൈസ്, ഞാൻ സിജു കുറിയടൻ ശ്രീകുമാർ. ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് ചൈനയിലെ ഒരു ഭീമാകാരമായ ബ്രിഡ്ജിനെ പറ്റിയാണ്. ഇതിൻ്റെ പേരാണ് യാങ്ഷെ റിവർ ബ്രിഡ്ജ്. ഇത് വേൾഡിലെ തന്നെ ഒരു വലിയൊരു മാർവലസ് ആണ്. ഇത് ഡബിൾ ഡെക്കിലുള്ള ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ബ്രിഡ്ജാണിത്. ഡബിൾ ഡെക്ക്, ഡബിൾ ഡെക്ക് ആയിട്ടുള്ള ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ബ്രിഡ്ജാണ് ഇത്. ഓരോ ഇതിലും ഡെക്കിലും 6 വരി പാതയാണുള്ളത്. അതുകൂടാതെ ആൾക്കാർക്ക് നടക്കാനുള്ള പാത വേറെ, അത് പിന്നെ നോൺ മോട്ടോറൈസ്ഡ് വെഹിക്കിളിനുള്ള പാത വേറെ, അത് വേറെയുണ്ട് 2 സൈഡിലും. ഇത് എന്ന് പറയുന്നത് ഒരു വലിയ വൺ ഓഫ് ദ വേൾഡ് മാർവലസ് ആണ്, എൻജിനീയറിങ് മാർവലസ് ആണ്. 2 വലിയ ടവർ പണിതിട്ട് അതുമേയാണ് ഇത് നിർത്തിയേക്കുന്നത് മുഴുവൻ. ടോട്ടൽ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1700 മീറ്ററാണ്. ഈ ടോട്ടൽ ഈ ബ്രിഡ്ജിൻ്റെ നീളം എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയിൽ 2 പില്ലറുകളുടെ ഇടയിൽ തന്നെ 800 മീറ്ററോളാണുള്ളത്. അത് 800 മീറ്റർ നീളമാണ് ഇത് താങ്ങി നിർത്തുന്നത്. ഈ 2 വലിയ ഇതുകൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതിൽ മുഴുവൻ സസ്പെൻഷനുകളാണ് ചെയ്തത്. കേബിൾ വെച്ച് വലിച്ച് കെട്ടിയിട്ട് ഇത് ഉണ്ടാക്കിയ ആ രീതി തന്നെ കണ്ടത് നമ്മൾ ഞെട്ടിപ്പോവും. കാരണം ഇതൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അത്രയും വലിയൊരു ടെക്നോളജിയാണ് അവർ യൂസ് ചെയ്യുന്നത്. നമ്മൾ പലപ്പോഴും ചൈനയെ കളിയാക്കും. നമ്മൾ ഇന്ത്യക്കാരെന്ന് മാത്രമല്ല, വേൾഡിലുള്ള എല്ലാ രാജ്യങ്ങളും ചൈനയെ കളിയാക്കും. യൂസ് ആൻഡ് ത്രോ സാധനങ്ങളാണ്, ക്വാളിറ്റി ഇല്ലാതാണ്. പക്ഷേ അവർ ചെയ്യുന്ന എഞ്ചിനീയറിംഗ് ടെക്നോളജി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കണ്ണ് തള്ളിപ്പോവും. അത്രയും ഇതാണ് അവരുടെ ഇതുകൾ. കാരണം വെച്ചാൽ ആ ബ്രിഡ്ജിൻ്റെ ഒരു വലിപ്പം നോക്കി നോക്കുക, അത് ഉണ്ടാക്കിയ രീതി, അതെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കണ്ണ് തള്ളിപ്പോവും. അപ്പോൾ നമ്മൾ എന്തിനേയും ചെറുതായി കാണരുത്. അവരുടെ ചില കാര്യങ്ങളൊക്കെ അവരുടെ മോശമായിരിക്കാം, പക്ഷേ അവർ ചെയ്യുന്ന ഓരോ ടെക്നോളജി, അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടു തെളിപ്പോൾ അതൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ബ്രിഡ്ജ് ഉണ്ടാക്കിയ രീതി, ആ ബ്രിഡ്ജിൻ്റെ ഇത്, അതുകൊണ്ട് ഉണ്ടായ സമയലാഭം, ഏകദേശം 1.5 മണിക്കൂർ, 1 മണിക്കൂർ 1.5 മണിക്കൂർ വരെ വേണ്ടിയിരുന്നു ഇത് പണ്ട് ക്രോസ് ചെയ്യാനായിട്ട്. ആ സമയത്താണ് ഇത് വെറും 10 തൊട്ട് 20 മിനിറ്റ് വരെ സമയം കൊണ്ട് ഇത് ക്രോസ് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ ഒന്ന് ആലോചിക്കണം, എത്രയോ സമയലാഭം, എത്ര ഫ്യൂൽ ലാഭം ഒക്കെ ഉണ്ടായി. ഇത് എന്നതിന് ശേഷം ഗതാഗതമൊക്കെ ലാഭം ഉണ്ടായില്ല. അപ്പോൾ ഈ ബ്രിഡ്ജ് ഒന്ന് കാണേണ്ട തന്നെയാണ്, കാഴ്ച തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഒരു ബ്രിഡ്ജ് കാണാൻ തന്നെ ഒരു അത്ഭുതമാണെന്ന് മാത്രം, അത്രയും ഇതായിട്ടുള്ളതാണ്. കൺസ്ട്രക്ഷൻ രീതിയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. ഒരു അത്ഭുതം തന്നെയാണത്. അത് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. കണ്ടില്ലേ എത്ര ആക്യുറസിയിലാണ് അവരത് ഉണ്ടാക്കിയത്, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. ഇതാണ് ഇതിൻ്റെ ഏറ്റവും ഇതായിട്ടുള്ള ഇത്.